നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് റാണി പെറ്റ് സെഞ്ചുറിയിലാണ്. ഇവിടെ ഒരു ആനിമൽസും പൈസ കൊടുത്ത് മേടിച്ചതല്ല, ഇതൊരു എഡ്യൂക്കേഷൻ സെന്റർ ആണ്. ഇവിടെ ഇത് നടത്തുന്നത് തന്നെ ഒരുമാതിരി ആനിമൽസിനോടുള്ള പേടി മാറാനാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ കുറേ ആനിമൽസ് ഉണ്ട്, ലൈക്ക് ഈമോ, അക്വാറ്റിക് ഫിഷ്, കുറേ ടൈപ്സ് ഓഫ് എന്താ പറയുക, ബേർഡ്സ്, സ്നേക്സ്, റെപ്റ്റൈൽസ്, ടോട്ടൈസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് നടന്നുകൊണ്ട് കാണാം. ഹായ്, ഇപ്പോൾ നമ്മൾ ഗിന്നി പിഗ്സിനെ കാണാനാണ് പോകുന്നത്. നിങ്ങൾ ഗിന്നി പിഗ്സിനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വൈറ്റ് ആൻഡ് ടാന്, മൾട്ടി കളർ എന്നീ എല്ലാ തരത്തിലുള്ള ഗിന്നി പിഗ്സിനെയും കാണാൻ സാധിക്കും. സാധാരണയായി ഫ്രൂട്ട്സ്, നട്ട്സ്, ഗ്രാസ് എന്നിവയൊക്കെയാണ് ഇവ കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഗൂസ് ഒരു അക്വാട്ടിക് ബേർഡാണ്. അതിൻ്റെ ശരീരത്തിൽ ഒരു ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്. അതിൽ നിന്നും ഉണ്ടാകുന്ന ഓയിൽ അത് ശരീരത്തിനുടനീളം അപ്ലൈ ചെയ്യും. വെള്ളത്തിൽ ഇറങ്ങിയാലും കുറേ നേരം നനയാതെ കിടക്കാൻ വേണ്ടി അത് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇത്. ഈ അക്വേറിയത്തിലെ ആർച്ചർ ഫിഷിനെ ഇരയെ പിടിക്കാൻ വേണ്ടി ഏകദേശം 10 ഫീറ്റ് ഹൈറ്റ് വരെ വെള്ളം ചീറ്റാൻ പറ്റും. ഈ ചുറ്റുപാടുമുള്ള ചെടികളിലെ പ്രാണികളെയും ഇഴജീവികളെയുമാണ് ഈ ഫിഷ് തിന്നുന്നത്. അതിനുശേഷം കുറേ നേരം ഞങ്ങൾ റാബിറ്റിനോടൊപ്പം ചെലവഴിച്ചു. ഈ കാണുന്ന പാരറ്റ് എന്ത് ക്യൂട്ടാണല്ലേ! അതിനെ ഇന്തോനേഷ്യയിൽ നിന്നും കൊണ്ടുവന്നതാണ്. 9 വയസ്സാണ് ഇതിൻ്റെ പ്രായം. ഫ്രൂട്ട്സ്, നട്ട്സ് എന്നിവയൊക്കെയാണ് ഇവിടെയുള്ളവർ ഇതിന് ഭക്ഷണമായി കൊടുക്കുന്നത്. ടാങ്കുകളിലെല്ലാം കാണുന്ന മീനുകളെ പറ്റിയാണ് ഇപ്പോൾ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ടാങ്കിൽ കാണുന്ന വലിയ കറുത്ത മീനിന് അതിൻ്റെ ശരീരഭാഗങ്ങൾ ഏത് വിട്ടുപോയാലും അത് പിന്നെയും താനെ വളർന്നു വരും എന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. തൊട്ടപ്പോൾ എല്ലാവരുടെ മുഖത്തും നല്ല പേടിയുണ്ടായിരുന്നു. ഞങ്ങളും അതുപോലെ തന്നെ. ഒന്നും ചെയ്യില്ല എന്ന് ഗൈഡ് പറഞ്ഞാലും ഞങ്ങളുടെ പേടി ഞങ്ങൾക്ക് മാറ്റാൻ പറ്റിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ഒരു ടോട്ടോയ്സ് അതിലെ പോകുന്നത് ഞങ്ങൾ കണ്ടത്. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ അതിൻ്റെ മേലെയായി. എല്ലാവരും അതിൻ്റെ കൂടെ നടക്കാനും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഉള്ള തിരക്കിലായിരുന്നു. ഇവിടെ വന്ന് ഇത്ര നേരമായിട്ടും ഇപ്പോഴാണ് ഞങ്ങൾ മോളൂട്ടി ഒരു ജീവിയെ ഇത്ര സന്തോഷത്തോടെ ഫീഡ് ചെയ്യുന്നത് കണ്ടത്. ഗ്യാന് പിന്നെ എപ്പോഴത്തെയും പോലെ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് നേരം ആ ഷീപ്പിനെ തന്നെ നോക്കി നിന്നു. ആദ്യമായിട്ടാണ് എമുവിൻ്റെ അടുത്ത് ഇത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അത് അടുത്തേക്ക് വരുമ്പോൾ വല്ലാത്ത ഒരു പേടിയായിരുന്നു. അതൊന്നും ചെയ്യില്ല എന്ന് ഗൈഡ് പറയുന്നുണ്ടായിരുന്നെങ്കിലും അടുത്തേക്ക് വരുമ്പോൾ ഒരു വല്ലാത്ത പേടി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴുതയെ കാണാൻ വേണ്ടിയാണ് പോയത്. മാധുവും ഗ്യാനും എല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ ഡോങ്കിയെ എല്ലാം കാണുന്നത്.
അതിനുശേഷം ഞങ്ങൾ പക്ഷികളുടെ ലോകത്തേക്കാണ് പോയത്. പല തരത്തിലുള്ള പക്ഷികൾ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സമയം പക്ഷികളോടൊപ്പം ചെലവഴിക്കാൻ പറ്റി. കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം സ്വാന്, ഡക്ക് എന്നിവയൊക്കെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ കൂടെയെല്ലാം കുറേ നേരം സമയം ചെലവഴിച്ച് ശേഷം കഫറ്റേരിയയിൽ കയറി ഭക്ഷണവും കഴിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. വീഡിയോ ഞാൻ നല്ല എൻജോയ് ചെയ്തു. ഞാൻ പാമ്പിനെ തൊട്ടുകൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എലീനെ തൊട്ടു, ഹാംസ്റ്ററിനെ തൊട്ടു, ഹെഡ്ജോഗിനെ തൊട്ടു, പിന്നെ മറ്റേ പാമ്പിനെ തൊട്ടു, അങ്ങനെ കുറേ സാധനങ്ങൾ തൊട്ടു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇന്നാളെ ഞാൻ തൊട്ടു. ഈ പ്രാണി അതിനെന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരുടെ ഫിയർ മാറ്റാണ് ആനിമൽസിനോടുള്ള. അപ്പം അത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ ബൈ.